നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ജപ്പാനിൽ നിന്നും 10 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യയിലേക്ക്. സെമി കണ്ടക്ടറുകൾ, ക്വാണ്ടം സാങ്കേതികവിദ്യ, ഊർജ്ജം തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കുവാനുള്ള കരാറുകളിൽ ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തിന്റെ നെടുന്തൂൺ സാങ്കേതികവിദ്യയെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി സനൈ തകായിച്ചിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ തുടർ തീരുമാനം ചീഫ് സെക്രട്ടറിയെ അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയുടെ കർശന പരിശോധനയ്ക്ക് ശേഷമെന്ന് സർക്കാർ. അദാനിയെ അതൃപ്തി അറിയിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആരോപണം കടുപ്പിച്ചു പ്രതിപക്ഷം. അദാനിയുടേത് കരാർ ലംഘനമെന്ന് പിണറായി വിജയൻ. അദാനി സതീശൻ ഡീലെന്ന് എം വി ഗോവിന്ദൻ. കുവൈറ്റ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ പുതിയ കോൺസുലർ സേവന നേതാക്കളെ തെരഞ്ഞെടുത്ത നടപടിക്കെതിരെ സമർപ്പിച്ച ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി വിധി പറയാനായി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. കോൺസുലർ സേവനങ്ങൾ ജൂലൈ 2 മുതൽ 4 വരെ അടിയന്തര ആവശ്യങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തി. അടിയന്തര സാഹചര്യം തെളിയിക്കുന്നവർക്ക് സേവനം ലഭ്യമാകും. US ഇറാൻ ആദ്യഘട്ട സമാധാന ചർച്ചകൾ പുരോഗതിയില്ലാതെ അവസാനിച്ചു. അടുത്ത ഘട്ടം ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം. ഖമേനിയുടെ രക്തത്തിന് ജെറുസലേം മോചിപ്പിച്ച് പകരം ചോദിക്കുമെന്ന് ഇറാൻ. ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന അനുവദിക്കില്ല എന്നും ഇറാൻ. ഫിഫ ലോകകപ്പിൽ അമേരിക്കയും ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ. നോക്കൌട്ടിൽ ഇന്ന് 12:30 സ്പെയിൻ ഓസ്ട്രിയ പോരാട്ടം. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം പുലർച്ചെ 4:30. ഇന്ത്യ ജപ്പാൻ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ തീരുമാനം. ഡൽഹിയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജാപ്പനീസ് പ്രധാനമന്ത്രി സനൈ തകൈച്ചിയും തമ്മിൽ ധാരണയായത്. നിർമ്മിത ബുദ്ധി, പ്രതിരോധം, ഊർജ്ജം, സാമ്പത്തിക സുരക്ഷ എന്നിവയിൽ കൂടുതൽ സഹകരിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടു. നിർമ്മിത ബുദ്ധി, പ്രതിരോധം, ഊർജ്ജം, സാമ്പത്തിക സുരക്ഷ എന്നിവയിൽ കൂടുതൽ സഹകരിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. സെമി കണ്ടക്ടറുകൾ, നിർണായക ധാതുക്കൾ, ക്വാണ്ടം സാങ്കേതികവിദ്യ, ആരോഗ്യ സംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും ഉച്ചകോടിയിൽ തീരുമാനമായി. നിർമ്മിത ബുദ്ധി മേഖലയിൽ വിവിധ ഇന്ത്യൻ, ജാപ്പനീസ് സ്ഥാപനങ്ങൾ തമ്മിൽ കരാറുകളിൽ ഒപ്പിട്ടു. പ്രതിരോധ രംഗത്തും സുപ്രധാനമായ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. സംയുക്ത പ്രതിരോധ വികസന പദ്ധതിയായ യൂണിക്കോൺ നേവൽ റേഡിയോ ആന്റിന സംബന്ധിച്ച കരാറിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചത്. ഇന്ത്യയിലുടനീളം 1000 ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനായി ഇന്ത്യ ജപ്പാൻ ബയോഗ്യാസ് ഇനിഷ്യേറ്റീവാണ് മറ്റൊരു സുപ്രധാന തീരുമാനം. സാങ്കേതിക വിദ്യയിൽ ഊന്നിയുള്ള പങ്കാളിത്തം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ ഏറ്റവും ശക്തമായ അടിസ്ഥാനമായി മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജാപ്പനീസ് പ്രധാനമന്ത്രി സനായി തകായിച്ചിയും പ്രഖ്യാപിച്ചു. भारत और जापान दोनों इकोनॉमिक सिक्योरिटी और एनर्जी सिक्योरिटी का महत्व अच्छी तरह समझते हैं. इसी दिशा में आज हमने इकोनॉमिक सिक्योरिटी के लिए एक ज्वाइंट रोड मैप तैयार किया है. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ ജാപ്പനീസ് കമ്പനികളുടെ എണ്ണം ഇരട്ടിയാകാനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നിന്ന് ആധുനിക സാങ്കേതിക വിദ്യയിലേക്കും ആഗോള തന്ത്രപ്രധാന മേഖലകളിലേക്കും ഇന്ത്യ ജപ്പാൻ ബന്ധം വളരുന്നതിന്റെ സൂചനയാണ് ഉച്ചകോടിയിലെ തീരുമാനങ്ങൾ. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. സർക്കാരിനെ അറിയിക്കാതെയുള്ള വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ അദാനിയെ രേഖാമൂലം അതൃപ്തി അറിയിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സർക്കാരുമായി കൂടിയാലോചന നടത്താതെയാണ് അദാനിയുടെ കമ്പനിയിൽ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനമുണ്ടായത്. തുടർ തീരുമാനം ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയുടെ കർശന പരിശോധനയ്ക്ക് ശേഷമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം വിഴിഞ്ഞം ഓഹരി കരാറിൽ സർക്കാർ നാടിനെതിരായ നയം സ്വീകരിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. MSCയുമായുള്ള അദാനിയുടെ ഓഹരി കൈമാറ്റത്തിൽ കരാർ ലംഘനം നടന്നുവെന്നും പിണറായി വിജയൻ ആരോപിച്ചു. ഓഹരി കൈമാറ്റം നടക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുവാദം വേണം എന്നതാണ് നിയമം. എന്നാൽ അദാനി കമ്പനി ഓഹരി നൽകിയത് സർക്കാരിൻ്റെ അനുമതിയോടുകൂടിയാണോ എന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിൻ്റെ അനുമതിയോടുകൂടിയാണ് കരാർ എന്നാണ് അദാനി കമ്പനി പറയുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. അദാനി വിഴിഞ്ഞം പോർട്ടിൻ്റെ 49% ഓഹരികൾ ബഹുരാഷ്ട്ര കുത്തക കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് MSC കൈമാറുന്നതിന് നീക്കം നടക്കുകയാണ്. അത് അദാനി ഗ്രൂപ്പ് തന്നെ വെളിപ്പെടുത്തിയതാണ്. അദാനി ഗ്രൂപ്പിന് അവരുടെ ഓഹരി കൈമാറ്റത്തിലൂടെ ലാഭമുണ്ടാക്കാനുള്ള ഒരിടപാടാണ് ഇതാദ്യം. അത്
വിഴിഞ്ഞം തുറമുഖത്തിലെ അദാനിയുടെ ഷെയർ കൈമാറാൻ തീരുമാനിച്ചത് പത്രങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്ന് മുഖ്യമന്ത്രി പറയുന്നത് സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. അദാനിയും VD സതീശനും തമ്മിലുള്ള ഡീലിൻ്റെ അടിസ്ഥാനത്തിൽ എന്തും ചെയ്യാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീക്കിയതെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഇപ്പോൾ 3000 കോടി പോലും ഇതുവരെ ചെലവാക്കാത്ത അദാനി കമ്പനി 13,000 കോടിക്ക് അവരുടെ ഷെയറിന്റെ 49% ഗവൺമെന്റ് സമ്മതമില്ലാതെ, അങ്ങനെയാണല്ലോ കാണേണ്ടത്, 25%-ലധികം ഷെയർ കൈമാറുന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതാണ് കരാറിലെ വ്യവസ്ഥ. ആ വ്യവസ്ഥയൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. കാരണം ഞങ്ങളും VD സതീശനും തമ്മിലുള്ള ഡീൽ അടിസ്ഥാനപ്പെടുത്തി എന്തും തീരുമാനിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന രീതിയിൽ കാര്യങ്ങൾ തീരുമാനിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്നാണ് ഈ ഗുരുതരമായ പ്രത്യാഘാതം. ലോകത്തിലെ ശ്രദ്ധേയമായ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, തന്ത്രപ്രധാനമായ ഒരു തുറമുഖം കൂടിയാണ് യഥാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖം. സബ്ജക്ട് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് പോലും വിടാതെ ധനബില്ല് പാസാക്കാൻ മുഖ്യമന്ത്രി അനാവശ്യമായ ധൃതിയും വാശിയും കാട്ടിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ചില മദ്യ കമ്പനികളെ സഹായിക്കുക എന്ന ഗൂഢലക്ഷ്യം ഇതിന് പിന്നിലുണ്ട്. ഇതേ രീതിയിൽ പാസ്സായാൽ പിന്നെ UDF-ലെ ചർച്ചയ്ക്ക് പോലും പ്രസക്തിയില്ല എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സബ്ജക്ട് കമ്മിറ്റിയുടെ പരിശോധന കഴിഞ്ഞ് മാത്രമാണ് നികുതി നിർദ്ദേശങ്ങളുള്ള ഫിനാൻസ് ബിൽ സാധാരണഗതിയിൽ പാസ്സാക്കുക. പക്ഷേ ഇക്കാര്യത്തിൽ സബ്ജക്ട് കമ്മിറ്റി ചേരാൻ സമയം പോലും നിശ്ചയിച്ചില്ല. നികുതി നിർദ്ദേശത്തോടെയുള്ള ഫൈനാൻസ് ബില്ലാവുമ്പോൾ അതനുസരിച്ച് പുനഃക്രമീകരിക്കാൻ തയ്യാറാകണം. അതിനും സർക്കാർ തയ്യാറായില്ല. കാണാൻ കഴിയുന്ന കാര്യം, ഇത്തരമൊരു ബില്ല് പാസ്സാക്കാൻ അനാവശ്യമായ ധൃതിയും വാശിയും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവുകയായിരുന്നു. മുഖ്യമന്ത്രി തന്നെയാണ് ഇക്കാര്യത്തിൽ നിർബന്ധ ബുദ്ധി കാണിച്ചത്. സംസ്ഥാനത്ത് മദ്യം വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനും കർണാടക മോഡൽ നിബന്ധന കർശനമാക്കാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ. മദ്യം വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനും 23 വയസ്സ് തികയണമെന്നതാണ് നിയമം. ബെപ്കോ ഔട്ട്ലെറ്റുകളിലും ബാറുകളിലും നോ ID നോ എൻട്രി എന്ന കർണാടക സർക്കാരിന്റെ തീരുമാനത്തിന്റെ ചുവട് പിടിച്ചാണ് സംസ്ഥാനത്തും മദ്യം വാങ്ങാൻ എത്തുന്നവർക്ക് 23 വയസ്സ് തികഞ്ഞിരിക്കണമെന്ന നിയമം ഇനി മുതൽ കർശനമായി നടപ്പാക്കാൻ എക്സൈസ് വകുപ്പ് തീരുമാനിക്കുന്നത്. ഇത് സംബന്ധിച്ച ഫയൽ മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. കൗണ്ടറുകളിൽ മദ്യം വാങ്ങാൻ എത്തുന്നവരുടെ പ്രായപരിധിയിൽ നേരിയ സംശയമെങ്കിലും ഉണ്ടായാൽ ഔദ്യോഗിക തിരിച്ചറിയൽ രേഖകൾ ആവശ്യപ്പെടാൻ ജീവനക്കാർക്ക് അധികാരം നൽകുന്നതാണ് പുതിയ പരിഷ്കാരം. ഫയലിൽ മുഖ്യമന്ത്രി അന്തിമ അനുമതി നൽകുന്നതോടെ സംസ്ഥാനത്തെ ഔട്ട്ലെറ്റുകളിലും ബാറുകളിലും നിബന്ധന കർശനമായി നിലവിൽ വരും. കൗമാരക്കാർക്കിടയിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ഉപഭോഗം വർദ്ധിക്കുന്നതായുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസിന്റെ ഈ നീക്കം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേടിൽ പ്രതികളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഡോളറും സ്വർണവും പിടിച്ചെടുത്തു. പ്രതികൾ അനധികൃത പണമിടപാട് നടത്തിയതിനും ഭൂമി വാങ്ങിയതിനും തെളിവുകൾ കണ്ടെത്തി. വിഷയം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കും. അതേസമയം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് പുനഃസംഘടിപ്പിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അയോധ്യ സംഭാവന ക്രമക്കേടിലെ പ്രതികളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന തുടരുകയാണ്. പ്രധാന പ്രതി അവിനാശ് ശുക്ല താമസിച്ച യോഗ സെന്ററിൽ നിന്നും ഡോളറും QR കോഡ് പതിപ്പിച്ച സംഭാവന പെട്ടിയും കണ്ടെത്തി. അവിനാശ് ശുക്ല ഉൾപ്പെടെയുള്ളവരുടെ ബാങ്ക് അക്കൗണ്ട് വിശദമായി പരിശോധിച്ചു. അവിനാശ് ശുക്ലയുടെ വീട്ടിൽ നിന്ന് 20 ലക്ഷം രൂപയും കരുണേഷ് പാണ്ഡെയുടെ പക്കൽ നിന്ന് 18 ലക്ഷവും പരിശോധനയിൽ പിടിച്ചെടുത്തു. കേസിലെ പ്രതികളുടെ വരുമാനത്തിൽ കവിഞ്ഞ സമ്പാദ്യവും അനധികൃത പണം, ഭൂമി ഇടപാടുകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചേക്കും. മുൻ ട്രസ്റ്റി അനിൽ മിശ്ര, ട്രസ്റ്റ് അംഗം ഗോപാൽ റായ് എന്നിവർക്കും ക്രമക്കേടിൽ പങ്കുള്ളതായി അന്വേഷണ സംഘത്തിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. കോടതി അനുമതിയോടെ പ്രതികളെ ജയിലിൽ വെച്ച് ചോദ്യം ചെയ്യുന്നതും തുടരും. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് പുനഃസംഘടിപ്പിക്കാനുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. ട്രസ്റ്റ് യോഗത്തിന് ശേഷം പുതിയ ജനറൽ സെക്രട്ടറിയെ പ്രഖ്യാപിക്കും. ഈ മാസം 6, 12 തീയതികളിലായി ട്രസ്റ്റ് യോഗം നടക്കുമെന്നും രാജിവെച്ച ജനറൽ സെക്രട്ടറി ചമ്പത് റായുടെ നിലപാടുകൾ ശരിയാണെന്നും ട്രസ്റ്റി മഹന്ത് ദിനേന്ദ്രദാസ് മഹാരാജ് പറഞ്ഞു. बातचीत हुई, लेकिन हमारे चमत्कार ठीक है, इसमें कमी हम देखे नहीं.
ട്രസ്റ്റിന്റെ സിഇഒ സ്ഥാനത്തേക്ക് വിരമിച്ച IAS ഉദ്യോഗസ്ഥരെ നിയമിക്കാനാണ് തീരുമാനം. അതേസമയം സംഭാവനാ ക്രമക്കേട് ഭക്തരുടെ വികാരങ്ങളെയും ക്ഷേത്ര സുരക്ഷയെയും ബാധിക്കുന്ന വിഷയമാണെന്ന് RSS വിലയിരുത്തിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അയോധ്യ രാമക്ഷേത്രത്തിലെ ക്രമക്കേട് രാജ്യം കണ്ട ഏറ്റവും വലിയ ക്ഷേത്ര കുംഭകോണമാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. മുന്നറിയിപ്പുകൾ വകവയ്ക്കാതെ കൊള്ള നടത്തിയവർക്ക് സഹായം ചെയ്യുന്ന നിലപാട് ട്രസ്റ്റ് സ്വീകരിച്ചു. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി കത്ത് നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, ഞാനിന്ന് പ്രധാനമന്ത്രിക്ക് തന്നെ കത്ത് അയച്ചത്. അയോധ്യ ട്രസ്റ്റ് എന്ന് പറഞ്ഞത് കേന്ദ്ര സർക്കാർ നിയമിച്ച ട്രസ്റ്റാണ്. കൊച്ചിയിലെ ആ ക്ഷേത്രത്തിന്റെ ഭൂമി സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം കേന്ദ്ര സർക്കാർ നൽകിയതാണ്. രാജ്യത്തിലെ ഏറ്റവും വലിയൊരു കുംഭകോണം നടന്നിരിക്കുന്നത്, ഒരു ടെമ്പിൾ കുംഭകോണം നടന്നിരിക്കുന്നത് ഇപ്പം അയോധ്യയിൽ നടന്നിരിക്കുകയാണ്. ദോഹയിൽ 2 ദിവസമായി തുടരുന്ന US ഇറാൻ ആദ്യഘട്ട സമാധാന ചർച്ചകൾ പുരോഗതിയില്ലാതെ അവസാനിച്ചു. 2 ആഴ്ച മുമ്പ് വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ ധാരണയിലെത്തിയ താൽക്കാലിക കരാറിലെ ചില പ്രധാന നിർദ്ദേശങ്ങൾ മാത്രമാണ് 2 ദിവസങ്ങളിലായി ചർച്ച ചെയ്തത്. അമേരിക്കയുടെയും ഇറാന്റെയും സംയുക്ത സൈനിക ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമേ അടുത്ത ഘട്ട ചർച്ചകൾ ഉണ്ടാകൂ എന്ന് ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിക്കുന്ന ഖത്തർ അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതവും ഇറാന്റെ മരവിപ്പിച്ച ഫണ്ടുകൾ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിഷയങ്ങളുമാണ് 2 ദിവസങ്ങളിലായി നടന്ന ചർച്ചകളിൽ പ്രധാനമായും ഉയർന്നുവന്നത്. ഇരുകൂട്ടരും ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിക്കുന്ന പാകിസ്ഥാൻ, ഖത്തർ പ്രതിനിധികളുമായി വെവ്വേറെയായിരുന്നു കൂടിക്കാഴ്ച. ജൂണിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് നയിച്ച ധാരണാപത്രത്തിലെ വിഷയങ്ങളിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും സ്വിറ്റ്സർലൻഡിൽ നടന്ന ഉച്ചകോടിയുടെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ ചർച്ചകളെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് എക്സിൽ കുറിച്ചു. ഇറാനെ ആണവായുധ വിമുക്തമാക്കുന്ന ചർച്ചകൾ സജീവമായി മുന്നോട്ടു പോകുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവന തുടരുമ്പോഴും ദോഹ ചർച്ചകളിൽ വിഷയം പരിഗണിക്കപ്പെട്ടേയില്ലെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. ട്രംപിന്റെ മരുമകൻ ജേർഡ് കുഷ്ണറും US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമാണ് അമേരിക്കൻ സംഘത്തെ നയിച്ചത്. ഇറാൻ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ കാസിം ഗരിബാബാദിയാണ് ഇറാൻ നയതന്ത്ര സംഘത്തിന്റെ തലവൻ. ദോഹ ചർച്ചകൾ ഇന്ന് അവസാനിച്ചപ്പോൾ എണ്ണവില ബാരലിന് യുദ്ധം തുടങ്ങിയ ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലാണ്. $68 ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ ഇന്നത്തെ വില. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ CBIക്ക് പ്രോസിക്യൂഷൻ അനുമതി നൽകിയതായി സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. R ചന്ദ്രശേഖർ അടക്കമുള്ളവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയതായാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. പ്രോസിക്യൂഷൻ അനുമതിയുടെ ഉത്തരവ് ഹാജരാക്കാൻ ജസ്റ്റിസ് A ബദറുദ്ദീൻ നിർദ്ദേശിച്ചു. ഇതിനായി സർക്കാർ 2 ദിവസത്തെ സാവകാശം തേടി. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBIക്ക് അനുമതി നൽകിയ വിവരം സർക്കാർ ഇന്ന് കോടതിയെ അറിയിച്ചു. INTUC സംസ്ഥാന പ്രസിഡന്റും മുൻ ചെയർമാനുമായ R ചന്ദ്രശേഖരൻ, മുൻ MD KA രതീഷ് എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയതായാണ് അഡ്വക്കേറ്റ് ജനറൽ കോടതിയെ അറിയിച്ചത്. പ്രോസിക്യൂഷൻ അനുമതിയുടെ ഉത്തരവ് ഹാജരാക്കാൻ ജസ്റ്റിസ് A ബദറുദ്ദീൻ നിർദ്ദേശിച്ചു. എന്നാൽ വൈകിയാണ് ഉത്തരവിറങ്ങിയതെന്നും ഇത് ഹാജരാക്കാൻ 2 ദിവസം സമയം വേണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു. തുടർന്ന് വിഷയം അടുത്ത ബുധനാഴ്ച വീണ്ടും പരിഗണിക്കാൻ കോടതി മാറ്റി. പ്രോസിക്യൂഷൻ അനുമതി നൽകാത്തതിനെതിരായ കോടതി അലക്ഷ്യ കേസിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APA മുഹമ്മദ് ഹനീഷിന്റെ മാപ്പപേക്ഷയും കോടതി അന്ന് പരിഗണിക്കും. കഴിഞ്ഞ ദിവസം കോടതിയിൽ നേരിട്ട് ഹാജരായ അദ്ദേഹം ഖേദപ്രകടനം നടത്തുകയും രേഖാമൂലം മാപ്പപേക്ഷ നൽകുകയും ചെയ്തിരുന്നു. സർക്കാരിനെതിരെ ഹൈക്കോടതി കർശന നിലപാട് സ്വീകരിച്ചതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് ഹാജരാകേണ്ടി വന്നത്. ഇന്നലെയാണ് R ചന്ദ്രശേഖരൻ അടക്കമുള്ളവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകി സർക്കാർ ഉത്തരവിറക്കിയത്. ഹൈക്കോടതിയുടെ നിരന്തര വിമർശനത്തിനും മുന്നറിയിപ്പുകൾക്കും പിന്നാലെയായിരുന്നു നടപടി. 2006 മുതൽ 2015 വരെയുള്ള കാലയളവിൽ തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതിലും സംസ്കരണത്തിനായി കശുവണ്ടി പരിപ്പ് വാങ്ങിയതിലും കോർപ്പറേഷനിൽ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് കേസ്. ഈ കാലയളവിൽ 1400 കോടി രൂപയുടെ കശുവണ്ടി ഇറക്കുമതി ചെയ്തതിൽ ഏകദേശം 500 കോടി രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് കണ്ടെത്തൽ. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമലയിലെ താങ്ങുപീഠങ്ങൾ വീട്ടിലിരുന്നിട്ടും കാണാനില്ല എന്ന് കള്ളം പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നടത്തിയ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുൻ ഭരണസമിതി ഗൂഢാലോചന നടത്തിയെന്നാണ് പ്രചരണം. തന്റെ ഭരണസമിതി ചുമതല ഏൽക്കുന്നതിന് മുമ്പ് തന്നെ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശുന്നതിനുള്ള നീക്കം തുടങ്ങിയിരുന്നു. തന്നെ പ്രതി ചേർത്താൽ നിയമപരമായി നേരിടും. ഉദ്യോഗസ്ഥരുടെയും നിരപരാധിത്വം തെളിയിക്കേണ്ട ഉത്തരവാദിത്വം തനിക്കുണ്ടെന്നും PS പ്രശാന്ത് പറഞ്ഞു. ഞാൻ പറയുന്നത് ഒരു ഗൂഢാലോചനയുണ്ട്. അത് രാഷ്ട്രീയ ഗൂഢാലോചനയാണോ അല്ലാതെ വ്യക്തിപരമായ ഗൂഢാലോചനയാണോ എന്നൊക്കെ അന്വേഷണം വേണം എന്നുള്ളതാണ് എൻ്റെ ഡിമാൻഡ്.
ഉണ്ണികൃഷ്ണൻ പോറ്റിയതല്ലേ എൻ്റെ പ്രധാനപ്പെട്ട ആൾ. രാഷ്ട്രീയ ഗൂഢാലോചനകളുണ്ട്. എൻ്റെ ബോർഡിൻ്റെ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥരൊന്നും ഇതിൽ ഗൂഢാലോചനയിൽപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അവർക്കുണ്ടായ ഒരു പിഴവ്, അത് കോടതിയെ അറിയിക്കാതെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് കുറ്റകരമായ പിഴവാണ്. പക്ഷെ അത് മനഃപൂർവ്വമായ ഒരു ഗൂഢാലോചന ഭാഗമായിട്ടുള്ള പിഴവാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കുവൈറ്റ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ പുതിയ കോൺസുലർ സേവന ദാതാക്കളെ തെരഞ്ഞെടുത്ത നടപടിക്കെതിരെ സമർപ്പിച്ച ഹർജിയിൽ കേസ് വിധി പറയാനായി ഡൽഹി ഹൈക്കോടതിയെ തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ജസ്റ്റിസ് അനിൽ ക്ഷേത്രപാൽ, ജസ്റ്റിസ് ഷെയ്ൻ ജെയിൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് കേസിൽ വിശദമായ വാദം കേട്ടത്. ടെക്നിക്കൽ ബിഡിൽ മാർക്ക് നൽകിയതിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി ഈ ട്രാവ് എന്ന കമ്പനിയാണ് പ്രധാനമായും കോടതിയിൽ വാദങ്ങൾ ഉന്നയിച്ചത്. ഇരു കക്ഷികൾക്കും നാളെ വൈകിട്ട് 5 മണിവരെ രേഖാമൂലമുള്ള വാദങ്ങൾ സമർപ്പിക്കാൻ അവസരം നൽകി. ഈ തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ UAE-യിലും കുവൈറ്റിലും ഇന്ത്യൻ എംബസികൾ നേരിട്ടാണ് നിലവിൽ കോൺസുലർ സേവനങ്ങൾ നൽകി വരുന്നത്. അത്യാവശ്യ സേവനങ്ങൾ മാത്രമേ ഇപ്പോൾ പരിഗണിക്കുന്നുള്ളൂ എന്ന് എംബസികൾ നേരത്തെ അറിയിച്ചിരുന്നു. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ പാസ്പോർട്ട് കോൺസുലർ സേവനങ്ങൾ ജൂലൈ 2 മുതൽ, അതായത് ഇന്നു മുതൽ 4 വരെ അടിയന്തര ആവശ്യങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലെ സേവനദാതാക്കളായ BLS ഇൻ്റർനാഷണലിൻ്റെ കരാർ ജൂൺ 30-ന് അവസാനിക്കുകയും നിർദ്ദിഷ്ട സേവനദാതാക്കളുടെ സേവനം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടരുന്ന അനിശ്ചിതത്വത്തെയും തുടർന്നാണ് ഈ താൽക്കാലിക ക്രമീകരണം. ജൂലൈ 5 മുതൽ സേവനങ്ങൾ ഏത് രീതിയിലായിരിക്കുമെന്ന് പിന്നീട് അറിയിക്കുമെന്നും എംബസി പുറത്തിറക്കിയ അറിയിപ്പിൽ വ്യക്തമാക്കി. ഈ ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ അപേക്ഷകർ എംബസിയുടെ കോൺസുലർ വിഭാഗത്തെ നേരിട്ട് സമർപ്പിക്കണം. അടിയന്തര സാഹചര്യം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കുന്ന അപേക്ഷകർക്ക് മാത്രമായിരിക്കും സേവനം ലഭിക്കുക. തൽക്കാൽ പാസ്പോർട്ട്, NRI സർട്ടിഫിക്കറ്റ്, നിലവിൽ സിവിൽ ID-യുടെ കാലാവധി അവസാനിക്കാറായവർക്കുള്ള ഹ്രസ്വകാല പാസ്പോർട്ട്, എമർജൻസി സർട്ടിഫിക്കറ്റ്, വിസ എന്നിവയാണ് ഈ ദിവസത്തെ അടിയന്തര സേവനങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ പാസ്പോർട്ട് അപേക്ഷകൾ, അറ്റസ്റ്റേഷൻ സേവനങ്ങൾ, റെഗുലർ വിസ അപേക്ഷകൾ എന്നിവ ഈ ദിവസങ്ങളിൽ സ്വീകരിക്കില്ല. കുവൈറ്റിൽ നിയന്ത്രിത മേഖലയിൽ നിന്നും ഇതര മേഖലയിലേക്ക് ഇഖാമ മാറ്റത്തിന് അനുവദിച്ച ഇളവ് 27,087 പ്രവാസികൾ പ്രയോജനപ്പെടുത്തിയതായി മാനവ വിഭവശേഷി സമിതി അധികൃതർ അറിയിച്ചു. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, വ്യവസായ മേഖല, കന്നുകാലി പരിപാലന മേഖല, കാർഷിക മേഖല മുതലായ മേഖലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഇതര സ്ഥാപനങ്ങളിലേക്ക് ഇഖാമ മാറ്റത്തിന് കഴിഞ്ഞ മെയ് 1 മുതലാണ് മാനവ വിഭവശേഷി സമിതി അധികൃതർ അനുമതി നൽകിയത്. ഈ ഇളവ് ജൂൺ 30-ന് അവസാനിക്കുകയും ചെയ്തിരുന്നു. ഫുട്ബോൾ ലോകകപ്പിൻ്റെ ആവേശത്തിനിടെ ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സ് കീഴടക്കി സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ലുലു എക്സ്ചേഞ്ചിൻ്റെ പുതിയ ക്യാമ്പയിൻ വീഡിയോ. അതിർത്തികളും ഭാഷകളും സംസ്കാരങ്ങളും മറികടന്ന് മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ശക്തിയാണ് ഫുട്ബോൾ എന്ന സന്ദേശമാണ് ലുലു എക്സ്ചേഞ്ച് ക്രോസിംഗ് ബോർഡേഴ്സ് കണക്റ്റിംഗ് ഡ്രീംസ് എന്ന വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ലോകകപ്പിന്റെ ആവേശം ഉയരുന്നതിനിടെ പുറത്തിറക്കിയ ഈ ക്യാമ്പയിൻ വീഡിയോ വിദേശത്ത് ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളുടെ ജീവിതവും ഫുട്ബോൾ എന്ന വികാരവും മനോഹരമായി കോർത്തിണക്കിയാണ് ഒരുക്കിയിരിക്കുന്നത്. സ്വന്തം കുടുംബത്തിനും സ്വപ്നങ്ങൾക്കും വേണ്ടി അതിർത്തികൾ കടന്ന് യാത്ര ചെയ്യുന്ന പ്രവാസികളും രാജ്യങ്ങളെയും ജനങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഫുട്ബോളും ഒരേ വികാരത്തിന്റെ 2 മുഖങ്ങളാണെന്ന് വീഡിയോയിൽ പറയുന്നു. നിലവിൽ ലുലു എക്സ്ചേഞ്ച് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ റീജിയണൽ ഫിൻടെക് പാർട്ണറാണ്. ഒരു ബ്രാൻഡ് പങ്കാളിത്തത്തിനപ്പുറം ഇന്ത്യൻ വേരുകളുള്ള ഒരു ആഗോള സ്ഥാപനത്തിന്റെ കരുത്തും ആഗോള സ്വാധീനവും ലോക കായിക വേദിയിൽ അടയാളപ്പെടുത്തിയ ശ്രദ്ധേയ നിമിഷമായാണ് ഈ പങ്കാളിത്തം വിലയിരുത്തപ്പെടുന്നത്. ഫുട്ബോൾ അതിർത്തികൾ മറികടന്ന മനുഷ്യരെ ഒന്നിപ്പിക്കുന്നതുപോലെ ഡിജിറ്റൽ റെമിറ്റൻസിലൂടെ ലോകത്തിന്റെ ഏത് കോണിലുള്ള പ്രവാസികളെയും അവരുടെ കുടുംബങ്ങളെയും ഹൃദയബന്ധത്തിൽ ഒന്നിച്ചു ചേർക്കുകയാണ് ലുലു എക്സ്ചേഞ്ച്. ഫുട്ബോളിലെ ചാമ്പ്യന്മാരും റെമിറ്റൻസ് രംഗത്തെ ചാമ്പ്യന്മാരും ഒരേ ആവേശവും ഒരേ വികാരവും പങ്കിടുന്നുവെന്ന പ്രമേയമാണ് ഈ വീഡിയോ മുന്നോട്ട് വയ്ക്കുന്നത്. ലോകകപ്പ് ആവേശം കൂടുതൽ സജീവമാക്കാൻ ആരാധകർക്കായി വിവിധ മത്സരങ്ങളും സമ്മാന പദ്ധതികളും ലുലു എക്സ്ചേഞ്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വൻ സ്വീകാര്യത നേടിയ ഈ വീഡിയോ ആയിരക്കണക്കിന് പേരാണ് ഇതിനോടകം തന്നെ പങ്കുവച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, ദുബായ്. ദുബായിയുടെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് 18 ബില്യൺ ദിർഹം മൂല്യമുള്ള വികസന പദ്ധതികൾക്ക് ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗീകാരം നൽകി. ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ്
അൽ മക്തൂമിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ഗതാഗതം, വിദ്യാഭ്യാസം, ഡിജിറ്റൽ സേവനങ്ങൾ, നിക്ഷേപം തുടങ്ങി വിവിധ മേഖലകളിൽ ദുബായിയുടെ അടുത്തഘട്ട വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നതാണ് പുതിയ പദ്ധതികൾ. ഗതാഗത മേഖലയിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനം ഫസ്റ്റ് അൽക്കൈൽ സ്ട്രീറ്റ് വികസിപ്പിച്ച് ഷെയ്ഖ് സയ്യിദ് റോഡിന് സമാന്തരമായി പുതിയ തന്ത്രപ്രധാന ഗതാഗത ഇടനാഴി യാഥാർത്ഥ്യമാക്കുമെന്നതാണ്. സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിലേക്ക് 2033 3000 എമിറാത്തി പ്രൊഫഷണലുകളെ ഉൾപ്പെടുത്തുന്നതിനുള്ള പുതിയ തൊഴിൽ വികസന നയത്തിനും കൗൺസിൽ അംഗീകാരം നൽകി. ജനസംഖ്യാ വിവരങ്ങൾ തത്സമയം ലഭ്യമാക്കുന്നതിനായി ദുബായ് നൗ റെസിഡൻസ് എന്ന ഡിജിറ്റൽ സെൻസസ് സംവിധാനവും നടപ്പാക്കും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നേതൃത്വത്തിൽ ദുബായിയുടെ വികസനയാത്ര കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് പോകുമെന്നും മികച്ച നാളുകൾ ഇനിയും മുന്നിലാണെന്നും ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം വ്യക്തമാക്കി. അമൃത ന്യൂസ്, ദുബായ്. സൗദിയിൽ അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി കൺട്രോൾ ആൻഡ് ആൻറ്റി കറപ്ഷൻ അതോറിറ്റി അഥവാ നസക വിവിധ മന്ത്രാലയങ്ങളിലെ ജീവനക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു. കഴിഞ്ഞ മാസം മാത്രം രാജ്യത്തുടനീളം 1585 നിരീക്ഷണ പരിശോധനകളാണ് നസക നടത്തിയത്. ഈ പരിശോധനകളെ തുടർന്ന് വിവിധ ക്രിമിനൽ ഭരണപരമായ അഴിമതി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് 385 ജീവനക്കാരെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കി. ഇവരിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 130 പേരെ അതോറിറ്റി കസ്റ്റഡിയിലെടുത്തു. കുവൈറ്റിൽ പ്രവാസികളിൽ നിന്ന് കൈക്കൂലി വാങ്ങി വ്യാജമായി താമസ മേൽവിലാസം നിർമ്മിച്ചു കൊടുത്ത കേസിൽ സിവിൽ ഇൻഫർമേഷൻ അതോറിറ്റിയിലെ ഒരു ജീവനക്കാരനും 4 പ്രവാസികൾക്കും ശിക്ഷ വിധിച്ചു. ഉദ്യോഗസ്ഥനെതിരെ 5 വർഷത്തെ തടവ് ശിക്ഷയും 340 ദിനാർ പിഴയും, കേസിൽ ഉൾപ്പെട്ട 4 പ്രവാസികളായ പ്രതികൾക്ക് 40 മാസം തടവ് ശിക്ഷയുമാണ് കോടതി വിധിച്ചത്. സർക്കാർ രേഖകളിൽ പ്രവാസികളുടെ താമസ വിലാസങ്ങൾ അനധികൃതമായി മാറ്റുന്നതിനായി വ്യാജ വാടക കരാറുകൾ തയ്യാറാക്കിയെന്നാണ് കേസ്. മുന്നിലുള്ള വാഹനവുമായി സുരക്ഷിത അകലം പാലിക്കണമെന്ന മുന്നറിയിപ്പുമായി റാസൽ ഖൈമ പോലീസ്. റോഡ് അപകടങ്ങൾ കുറയ്ക്കുവാനും സുരക്ഷിത ഡ്രൈവിംഗ് പ്രോത്സാഹിപ്പിക്കുവാനുമാണ് പുതിയ ബോധവൽക്കരണ ക്യാമ്പയിൻ റാസൽ ഖൈമ പോലീസ് ആരംഭിച്ചത്. വാഹനങ്ങൾ തമ്മിൽ മതിയായ അകലം പാലിക്കാതെ സഞ്ചരിക്കുന്നത് ഗുരുതര അപകടങ്ങൾക്ക് ഇടയാക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. സുരക്ഷിത അകലം പാലിക്കാത്ത ഡ്രൈവർമാർക്ക് പിഴയും ഉണ്ടാകും. റിയാദിൽ വൻ മയക്കുമരുന്ന് കടത്ത് വിൽപ്പന ശൃംഖലയെ തകർത്ത് സൗദി സുരക്ഷാ സേന. അന്താരാഷ്ട്ര തലത്തിലും പ്രാദേശികമായി മയക്കുമരുന്ന് കടത്തുന്നതിൽ ഏർപ്പെട്ടിരുന്ന ക്രിമിനൽ സംഘത്തിലെ 22 പേരെയാണ് റിയാദ് റീജിയണൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായവരിൽ 19 പേരും സൗദി പൗരന്മാരാണ്. ഇതിൽ ഒരാൾ രാജ്യത്തെ മുനിസിപ്പാലിറ്റി ഭവന മന്ത്രാലയത്തിലെ ജീവനക്കാരനുമാണ്. ഇവർക്ക് പുറമെ ഒരു എത്യോപ്യൻ പൗരനും മൊറോക്കൻ സ്വദേശിയായ ഒരു വനിതയും ഒരു യമൻ പൗരനും പിടിയിലായവരിൽ ഉൾപ്പെടുന്നു. ജിദ്ദ അനസ് ബിൻ മാലിക് മദ്രസ വിശുദ്ധ ഖുർആൻ പാരായണവും പഠനവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ വേനലവധിക്കാലത്ത് 40 ദിവസത്തെ ഖുർആൻ മനപാഠ പരിപാടി സംഘടിപ്പിക്കുന്നു. 2026 ജൂലൈ 5 ആരംഭിച്ച് ഓഗസ്റ്റ് 14 അവസാനിക്കുന്ന പരിപാടിയിൽ അറബ് നാഷണലുകളായ അധ്യാപകരും അധ്യാപികമാരുമാണ് ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകുന്നത്. മുഹമ്മദ് കുട്ടി എക്കരപ്പടി, ഫൈസൽ വാഴക്കാട്ട്, ഇക്ബാൽ തൃക്കരിപ്പൂർ, മുഹമ്മദ് റഫീഖ് സുലമി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജിദ്ദയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനായി സൗദി അറേബ്യൻ ക്രിക്കറ്റ് ഫെഡറേഷനും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും തമ്മിൽ ചരിത്രപരമായ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. റിയാദിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ SACF ചെയർമാൻ പ്രിൻസ് സൗദ് ബിൻ മിഷൽ ബിൻ മുഹമ്മദ് അൽ സൗദ്, പാക് ഫെഡറൽ മന്ത്രിയും PCB ചെയർമാനുമായ മോസിൻ നഖ്വി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഈ കരാർ യാഥാർത്ഥ്യമാക്കിയത്. ജിദ്ദയിലെ അത്യാധുനിക സ്റ്റേഡിയത്തിന് പുറമെ സൗദിയിലുടനീളം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ക്രിക്കറ്റ് ഗ്രൗണ്ടുകളും ലോകോത്തര അക്കാദമികളും സ്ഥാപിക്കുക എന്നതാണ് ഈ സഖ്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായി സൗദിയിലെ കളിക്കാർക്കും കോച്ചുമാർക്കും അമ്പയർമാർക്കും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ നേതൃത്വത്തിൽ മികച്ച പരിശീലനവും സാങ്കേതിക സഹായവും ലഭ്യമാക്കും. ഭൂട്ടാൻ വാഹന കള്ളക്കടത്ത് കേസിൽ നടൻ ദുൽഖർ സൽമാനെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യും. നികുതി വെട്ടിച്ച് കടത്തിയ വാഹനങ്ങളാണെന്ന് അറിയില്ലായിരുന്നുവെന്ന ദുൽഖറിൻ്റെ മൊഴി കസ്റ്റംസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഭൂട്ടാനിൽ നിന്നും കടത്തിയ കൂടുതൽ വാഹനങ്ങൾ ദുൽഖർ സൽമാൻ്റെ പക്കൽ ഉണ്ടെന്നാണ് കസ്റ്റംസ് കണ്ടെത്തൽ. ദുൽഖറിൻ്റെ 4 വാഹനങ്ങൾ കൂടി അന്വേഷണ പരിധിയിൽ ഉൾപ്പെടും. നടി ലക്ഷ്മിപ്രിയയ്ക്കെതിരെ പാലാരിവട്ടം പോലീസ് നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് നടി അൻസിബ കോടതിയെ സമീപിച്ചു. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അൻസിബ ഹസൻ ഹർജി സമർപ്പിച്ചത്. ഇതിനിടയിൽ ശ്വേതാ മേനോൻ പ്രസിഡന്റായ ഭരണസമിതി രാജി പ്രഖ്യാപനം നടത്തിയെങ്കിലും ഔദ്യോഗികമായി രാജിക്കത്ത് സമർപ്പിച്ചിട്ടില്ല എന്ന വിവരവും പുറത്തുവന്നു. മേത്തർ ഈഗിൾസ് FC പന്തോളം സമർപ്പിക്കുന്നത് മേത്തർ ഈഗിൾസ് FC കേരള.
ലോകകപ്പിലെ നോക്കൌട്ട് പോരാട്ടത്തിൽ അല്പസമയത്തിനകം സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. അതേസമയം പുലർച്ചെ 4:30 പോർച്ചുഗൽ ക്രൊയേഷ്യയെ നേരിടും. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി നോക്കൌട്ടിലെത്തിയ സ്പെയിൻ മികച്ച ഫോമിലാണുള്ളത്. അതേസമയം അൾജീരിയയോട് സമനില പിടിച്ചുവാങ്ങിയാണ് ഓസ്ട്രിയ നോക്കൌട്ടിലെത്തിയത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു തോൽവി പോലും അറിയാതെയാണ് സ്പാനിഷ് ടീം നോക്കൌട്ടിലെത്തിയത്. ലെമിൻ യമാൽ, മൈക്കൽ ഒയാർസബൽ കോമ്പിനേഷൻ തന്നെയാകും ഇത്തവണയും ഹൈലൈറ്റ്. മുന്നേറ്റത്തിലേക്ക് പന്തെത്തിക്കാൻ റോഡ്രിയും പെഡ്രിയും. സ്പെയിനിന്റെ പ്രതിരോധവും ശക്തമാണ്. അതേസമയം മറുവശത്ത് പൊരുതി തന്നെയാണ് ഓസ്ട്രിയ നോക്കൌട്ടിലേക്ക് കടന്നത്. ജോർദാനെ പരാജയപ്പെടുത്തിയാണ് തുടങ്ങിയതെങ്കിലും മെസ്സിപ്പടയ്ക്ക് മുന്നിൽ വീണു. പക്ഷേ നിർണായകമായ മൂന്നാം മത്സരത്തിൽ അൾജീരിയയെ 3-3 എന്ന നിലയിൽ സമനിലയിൽ തളച്ചു. ആ പോരാട്ട വീര്യം തന്നെയാകും ഓസ്ട്രിയ ഇത്തവണയും പുറത്തെടുക്കുക. പ്രതിരോധത്തിലെ വിള്ളലുകൾ പരിഹരിച്ചില്ലെങ്കിൽ മുന്നോട്ടു പോകുക പ്രയാസമായിരിക്കും. അതേസമയം പുലർച്ചെ നടക്കുന്ന പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം തീപാറും. ഫുട്ബോൾ ഇതിഹാസങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലൂക്ക മോഡ്രിച്ചും തമ്മിലുള്ള അവസാന ലോകകപ്പ് പോരാട്ടമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ലോകമെമ്പാടുമുള്ള ആരാധകർ ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ലോകകപ്പിൽ ഇതാദ്യമായാണ് ഇരു ടീമുകളും പരസ്പരം ഏറ്റുമുട്ടുന്നത്. മികച്ച പ്രതിരോധവും ഒപ്പം മികച്ച ഫോമിലുമുള്ള ആക്രമണവുമാണ് പോർച്ചുഗലിന്റെ കരുത്ത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ അപരാജിതരായി മുന്നേറിയ അവർ പ്രതിരോധത്തിൽ വളരെ മികച്ച പ്രകടനമായിരുന്നു. ടൂർണമെന്റുകളിലെ പരിചയസമ്പത്തും നോക്കൌട്ട് മത്സരങ്ങളിലെ ശക്തമായ തിരിച്ചുവരവുമാണ് ക്രൊയേഷ്യയുടെ മുഖമുദ്ര. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.